കായവറുത്തുപ്പേരി ഇല്ലാതെന്ത് ഓണസദ്യ. തിരുവോണ നാളിൽ ഓണസദ്യയോടൊപ്പം വിളമ്പാൻ കായവറുത്തുപ്പേരി തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് കച്ചവടക്കാർ. നാക്കിലത്തുമ്പത്ത് കായ ഉപ്പേരിയും ശർക്കര വരട്ടിയുമില്ലെങ്കിൽ അതൊരു ഓണസദ്യയല്ല മലയാളികൾക്ക്. ഓണമെത്തുമ്പോൾ ഗ്രാമീണ വിപണികളിൽ പല ഭാഗത്തും കായ വറുത്തുകോരുന്നത് ഓണക്കാഴ്ചകൾക്ക് കൂടുതൽ ചന്തം പകരുകയാണ്. ഓണവിപണിയിലെത്തിയാൽ ഒരു പാക്കറ്റ് കായ വറുത്തതും ശർക്കര വരട്ടിയും വാങ്ങി സഞ്ചിയിലിടാത്തവർ ചുരുക്കമാണ്. ബേക്കറികളിലും പലചരക്കു കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇക്കുറി വിവിധ തരത്തിലുള്ള ഉപ്പേരികളുടെ വിഭാഗം തന്നെ കച്ചവടക്കാർ ഒരുക്കിയിട്ടുണ്ട്. സ്വാദ് കൂടുതലുള്ളതിനാൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന നാടൻ കായ ഉപ്പേരിക്കാണ് ഇത്തവണയും ഡിമാൻഡ്. വെളിച്ചെണ്ണ വില രണ്ടിരട്ടിയായി വർദ്ധിച്ചെങ്കിലും ഉപ്പേരിയുടെ വിലയ്ക്ക് കാര്യമായ മാറ്റം വന്നിട്ടില്ല. കാരണം നേന്ത്രക്കായ്ക്ക് വില കുറഞ്ഞു. മറുനാടുകളിൽ നിന്ന് സുലഭമായി നേന്ത്രക്കായ എത്തുന്നുണ്ട്. 38 മുതൽ 25 രൂപ വരെയാണ് മൊത്തവിപണിയിൽ വരവുകായ കിലോയ്ക്ക് വില. നാടൻ കായ്ക്ക് വില കൂടും. പൊതുവിപണിയിലെ ചെറുകിട ബേക്കറിയിലേക്കും മൊത്തവ്യാപാര സ്ഥാപനങ്ങളിലേക്കുമുള്ള ഓർഡറുകൾ ഇപ്പോൾ കച്ചവടക്കാർക്ക് കൂടുതലായും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ആനക്കര ചേക്കോടിലെ കായ ഉപ്പേരി നിർമ്മാണശാല ഉടമ വെങ്കുറുവിൽ ഹരി പറഞ്ഞു. സർക്കാർ ഓഫീസുകൾ, കോളേജുകൾ, സ്കൂൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കും ഓർഡർ ലഭിക്കുന്ന മുറയ്ക്ക് സാധനങ്ങൾ ഒരുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ വറുത്തുകോരിയ കായ ഉപ്പേരി കിലോയ്ക്ക് 420 രൂപയാണ് വില. ശർക്കര വരട്ടിക്ക് 450 രൂപയും. വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റ് എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ വില കുറയുകയും ഒപ്പം രുചിയും. ഓണമെടുക്കുമ്പോൾ വിപണിയിൽ വില കുറച്ച് കൂടുമെങ്കിലും കച്ചവടം പൊടിപൊടിക്കും. പ്രത്യേകിച്ചും തിരുവോണത്തിന് മുൻപുള്ള 4 ദിവസങ്ങളിൽ കായ വറുത്തതിനും ശർക്കര വരട്ടിക്കും പുറമെ പഴം, ചേന, ചേമ്പ്, കപ്പ, കടച്ചക്ക എന്നിവയുടെ വറുത്തതും വിപണിയിൽ ലഭ്യമാണ്.